ഇന്ത്യൻ സാമൂഹിക നീതി ചരിത്രത്തിലെ ആദ്യ വിജയമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരനായകൻ തന്തൈ പെരിയാർ പങ്കെടുത്ത ശതാബ്ദി ആഘോഷ സമാപനം ഡിസംബർ 12-ന് വൈക്കത്ത് നടക്കും. സമരചരിത്രം പുതുതലമുറയ്ക്ക് ബോധ്യപ്പെടാൻ കഴിയും വിധം തമിഴ്നാട് സർക്കാർ തന്തൈ പെരിയാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ ശതാബ്ദി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായി വൈക്കം വലിയ കവലയിലുള്ള തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും 8.14 കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ചാണ് നാടിന് സമർപ്പിക്കുന്നത്. 12-ന് രാവിലെ 10-ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ദ്രാവിഡ കഴകം അധ്യക്ഷനും തന്തൈ പെരിയാറിന്റെ ശിഷ്യനുമായ K വീരമണി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ, AV വേലു, MP സ്വാമിനാഥൻ, കേരള മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറിമാർ, MP മാർ, MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വൈക്കം ബീച്ച് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി AV വേലു, കേരള തുറമുഖ സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1924 നടന്ന ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്തൈ പെരിയൂർ വഹിച്ച പങ്കും അത് ചരിത്രേടുകളിൽ സ്ഥാനം പിടിച്ചതും ഉൾപ്പെടെയുള്ളത് കാലവും ചരിത്രമുള്ള ഒരു കാലം നിലനിർത്തുന്നതിന് വേണ്ടി തമിഴ്നാട് ഗവൺമെൻറ് മുൻകൈയെടുത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയൂരുടെ പങ്ക് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചരിത്ര സ്മാരകം നിർമ്മിക്കുകയും അതിമനോഹരമായ സ്മാരകം 8.14 കോടി രൂപ മുടക്കി നിർമ്മിച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനമായി ഒരു ഗ്രന്ഥശാലയിൽ അതോടൊപ്പം തന്നെ പെരിയൂരുടെ പങ്കും വെളിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ ചരിത്ര സ്മാരകം ഇപ്പോൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് 12-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ നിർവഹിക്കും. i4 ന്യൂസ് വൈക്കം.